പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് 1 ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇതിലെ തിയറി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതിലെ ഷോർട്ട് ആൻസർ മാത്രമാണ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ഇതിലെ എസ് എ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഭാഗത്തിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തിയറി ആയിട്ടുള്ള എസ്സേൻ്റെ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അസേർട്ടിങ് ദാറ്റ് ടു എക്സ്പ്രഷൻ ആർ ഈക്വൽ. രണ്ട് എക്സ്പ്രഷൻ ഈക്വൽ എന്ന് പറയുന്നതിനെ എന്ത് പറയുന്നത് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. 2x plus 10 is equal to 16. That is an equation. It typically contain variable, constant and mathematical operation. ഇതിൽ വേരിയബിൾ ഉണ്ടാവും, എക്സ് പോലുള്ള കാര്യങ്ങൾ, കോൺസ്റ്റൻറ്റ് 10 3 അങ്ങനെയൊക്കെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, പ്ലസ് മൈനസ് ഡിവൈഡഡ് ബൈ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതിൽ ഹയസ്റ്റ് പവർ 2 ആയിരിക്കും, അതാണ് ax². ഇത് ഓക്കെ. ഇതിൽ എക്സ് ആണ് വേരിയബിൾ, എ ബി സി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതിൽ എ നോട്ട് ഈക്വൽ ടു 0. ദ സൊല്യൂഷൻ ടു ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ഗിവൺ ബൈ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല തന്നെ നമ്മൾ പറയാം -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇക്വേഷൻ ആ ഫോർമുല നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് വാല്യൂസ്. 2 സെറ്റ് ഓഫ് വാല്യൂസ് തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ്. അതാണ് ഒരു ഫംഗ്ഷൻ. വേർ ഈച്ച് ഇൻപുട്ട് വാല്യൂ, അതിനൊരു ഇൻപുട്ട് വാല്യൂ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കറസ്പോണ്ട് ടു എക്സാക്ട്ലി 1 ഔട്ട്പുട്ട് വാല്യൂ. അതിനൊരു ഔട്ട്പുട്ട് വാല്യൂ ഉണ്ടാവും, അതിനെ നമ്മൾ പറയാം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, f(x) ഈക്വൽ ടു y ഈക്വൽ ടു 2x പ്ലസ് 1. അതിൽ y എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. ഇനി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ എ പോളിനോമിയൽ എക്സ്പ്രഷൻ. ഇതിൽ പോളിനോമിയൽ എക്സ്പ്രഷൻ ആയിരിക്കും. അതിൻ്റെ പവർ 2 3 5 അങ്ങനെ എത്ര ഹയസ്റ്റ് nth വരെ പോകാം. എ പോളിനോമിയൽ ഇസ് എ സം ഓഫ് 1 or more terms, each term being product of constant coefficient and independent variable raised to a non-negative integral exponent. ഇൻ്റഗ്രൽ എക്സ്പോണൻ്റ് ആയിരിക്കും. ഒരു ഉദാഹരണം 3x² പ്ലസ് 2x പ്ലസ് 10. വേറെ നമുക്ക് പറയാം 5x² പ്ലസ് 10x പ്ലസ് 3x² പ്ലസ് 10. അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ പറയാൻ പറ്റും. nth ഡിഗ്രി വരെ പോകാവുന്നതാണ്. ഓക്കെ, ഇനി വേരിയബിളും കോൺസ്റ്റൻറ്റും. വേരിയബിൾ ഈസ് എ സിമ്പിൾ സച്ച് ആസ് എക്സ് ദാറ്റ് റെപ്രസെൻ്റ് എൻ അൺനോൺ ഓർ ആർബിട്രറി നമ്പർ. അതെന്താണ്? നമുക്ക് അറിയാത്തൊരു അൺനോൺ ആയിട്ടുള്ള വേരിയബിളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലും ഇക്വേഷനിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് വേരി ചെയ്യുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും, ഒരു നമ്പർ ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് ഈസ് ടേം വിത്തൗട്ട് എ വേരിയബിൾ കോമ്പണൻറ്റ്. ഇനി ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഇക്വേഷൻ ഈസ് എൻ ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി, മീനിങ് ദ ഹയസ്റ്റ് പവർ വേരിയബിൾ ഈസ് 1. ഇറ്റ് ഹാസ് ദ ഫോം x പ്ലസ് b ഈക്വൽ ടു 0. ഇതിൽ എക്സിൻ്റെ പവർ എത്ര? 1 ആണ്. ഹയസ്റ്റ് പവർ 1 ആയിരിക്കും. ഇനി ഹയസ്റ്റ് പവർ 1 അല്ലാത്ത ഇക്വേഷൻ എന്ത് പറയുന്നത്? നോൺ ലീനിയർ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഹയസ്റ്റ് പവർ 1 അല്ല, അതിന് മുകളിലുള്ള പവർ ഉണ്ടാവും. ഇനി ഉദാഹരണത്തിന് ax³ പ്ലസ് 2x² പ്ലസ് 3, ദാറ്റ് ഈസ് എ നോൺ ലീനിയർ ഇക്വേഷനാണ്. അടുത്തത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഫംഗ്ഷനും ഇത് തമ്മിൽ ചെറിയൊരു മാറ്റം. സിമിലർ ടു ഇക്വേഷൻ, എ ലീനിയർ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ആൻഡ് നോൺ ലീനിയർ ഫംഗ്ഷൻ ഈസ് എ ഡിഗ്രി ഓഫ് ഹയർ ദാൻ 1. ഓക്കെ, ഒരു ഉദാഹരണം 2x പ്ലസ് 1 ഈസ് ലീനിയർ. f(x) ഈക്വൽ ടു 2x പ്ലസ് 1 ഈക്വൽ ടു ലീനിയർ. f(x) ഈക്വൽ ടു 3x² പ്ലസ് 2x ഈസ് നോൺ ലീനിയർ. അടുത്ത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 2. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. 3x² പ്ലസ് 2x പ്ലസ് 3, ദാറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്. ഓക്കെ, അടുത്ത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എൻ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഇൻ വൺ വേർ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സ്പ്രസ്ഡ് സ്ലോലി ഇൻ ടേംസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അടിയിൽ നോക്കുക എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ നോക്കുക. y ഈക്വൽ ടു 2x പ്ലസ് 1. ഇതിലെന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ സോളി ഡിറ്റർമിൻഡ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അതിൽ എക്സ് ആണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, വൈനെ. എക്സിൻ്റെ വാല്യൂ മാറിയാൽ വൈൻ്റെ വാല്യൂ മാറും. ഓക്കെ, an implicit function in one where the relation between variable is not directly expressed. ഇവിടെ നോക്കുക 2x plus 2y equal to 1. നേരത്തെ y യും
എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് 2x+1 ആണ്. അടിത്തൽ എന്താണ് 2x+2y = 1. എക്സും വൈയും തമ്മിൽ അവിടെ റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, അതുകൊണ്ട് അതിനെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതോടുകൂടി ഒന്നാമത്തെ മൊഡ്യൂളിലെ 2 മാർക്സ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഈസ് അപ്ലിക്കേഷൻ ഇൻ എക്കണോമിക്സ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഓക്കെ, താങ്ക് യു.